അശ്വിൻ, ഈ അജു അലക്സിന്റെ ചെകുത്താൻ എന്ന പേജ് മുമ്പും പല ആവർത്തി ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അങ്ങനെ എന്തായാലും ആ ഒരു കഴപ്പങ്ങ് തീർന്നു കിട്ടി. ചെകുത്താനെ പോലീസുകാർ പൊക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നു. ഇതുവരെ കിട്ടിയില്ലെന്ന് പറയുന്നു. ചെകുത്താൻ ഒളിവിലാണെന്നാണ് പറയുന്നത്. കാര്യം കഴിഞ്ഞ ദിവസം വയനാട് ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോഹൻലാൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ വന്നതിന് ശേഷം ചെകുത്താൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ വന്നത് വെറുതെ പ്രഹസനമാണ്, അയാൾക്ക് നാണമില്ലേ, അയാൾക്ക് അഡർ സൂട്ട് കൊണ്ട് വരാൻ, അയാൾക്ക് തലയിൽ ചെളിയാണോ അയാളുടെ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതി. ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചെകുത്താനെ മോഹൻലാലിനെ പറ്റിയിട്ട് എന്ത് കാര്യം മോഹൻലാൽ നല്ല ചെയ്ത് കഴിഞ്ഞാൽ ചെകുത്താൻ മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് ഞാൻ പേഴ്സണലി ചെകുത്താൻ്റെ അടുത്ത് ഞാൻ ഈ കേസ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം എന്തായാലും ചെകുവിൻ്റെ പേരിൽ സിദ്ദിഖ് കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ സംഘടനയിലെ മെയിൻ ആളാണല്ലോ സിദ്ദിഖ്. കംപ്ലൈൻറ്റ് കൊടുത്തേ തുടർന്ന് ചെകുത്താൻ്റെ പേരിൽ കേസ് എടുക്കുകയും ചെകുത്താൻ എന്നിട്ട് നൈസായിട്ട് ഇപ്പം ഒളിവിലാണെന്ന് പറയുന്നത്. ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. എന്തിനാണെന്നോ എന്തോ കാര്യം. ലാലേട്ടനെ സംബന്ധിച്ച് അങ്ങേര് ഇതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങേര് ഇതിൻ്റെ പുറകെ നടക്കാനും പോകത്തില്ല. കാര്യം അങ്ങേരെ പണ്ട് തൊട്ടേ ആര് വിമർശിച്ച് കഴിഞ്ഞാലും അങ്ങേര് വലുതായിട്ട് ആരെയും ഒന്നും സംസാരിക്കാനോ തിരിച്ചു പോകത്തില്ല. അത് ആ ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത് റീച്ചിന് വേണ്ടിയാണെങ്കിൽ പോലും എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല. ചെകുത്താൻ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യോ കാര്യങ്ങളോ മോഹൻലാലിൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ചെകുത്താൻ ഇത് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പബ്ലിസിറ്റി ആവത്തോളെന്ന് പുള്ളിക്കാരന് നല്ല വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. ഞാൻ പുള്ളിക്കാരനോട് സംസാരിക്കുന്ന സമയത്തും പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന മോഹൻലാലുമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ മോഹൻലാൽ ഫാൻസിനോടാണ് ഇഷ്യൂ എന്നുള്ള രീതിയിലാണ് ചെകുത്താൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം നെഗറ്റീവ് പറഞ്ഞാലാണ് ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. മോഹൻലാൽ ഫാൻസ് വന്നിരുന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങും, ബാക്കിയുള്ള ആൾക്കാർ വന്നിരുന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങും. കാര്യം ലാലേട്ടനെ പറ്റിയിട്ട് ഇപ്പോഴും നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാവർക്കും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർക്കാണ് ഇഷ്ടമല്ലാത്തൊരു രീതി. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരെടുത്തിട്ട് ചെകുത്താനെ പൊങ്കാലയിടും. ചെകുത്താൻ ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നമ്മൾ ഒന്ന് വീഡിയോയ്ക്കകത്ത് ചീത്ത വിളിക്കുമ്പോഴും എന്ത് കമന്റ് ഇടുമ്പോഴും വീഡിയോസ് ഇങ്ങനെ കയറി പോത്തേ ഉള്ളൂ. വീണ്ടും വേറെ റെക്കമെൻഡേഷൻ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അല്ല നിങ്ങൾ ഈ പറയുന്നത് പോലെ കമന്റ് ഇട്ടെന്നോ ചീത്ത വിളിച്ചെന്നോ പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് കമന്റ്സ് നോക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. കാര്യം വീഡിയോ ഇടുക പോവുക അതാണ് എല്ലാവരുടെയും ഒരു മൈൻഡ്. അല്ലാതെ വന്നിരുന്ന കമന്റ് നോക്കാനും അതിന് റിപ്ലൈ കൊടുക്കാനും വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും ചെയ്യുന്നത്. നല്ല നല്ല കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കും, അതിനെല്ലാം ഇതാക്കും. പക്ഷെ മോശമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ആരും മൈൻഡ് ചെയ്യത്തില്ല. ചെകുവിനെ സംബന്ധിച്ചും അത് തന്നെയാണ്. വീഡിയോ ഇട്ട് ഇങ്ങനെ പോകും, നാട്ടുകാർ ചീത്ത വിളിക്കുന്നതൊന്നും നോക്കാറില്ല, വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ആൾക്കാരുടെ എല്ലാം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ചെകുത്താനെ എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒന്ന് പോലീസ് പിടിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മോഹൻലാലിനെ പറയുന്ന ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. എന്തായാലും ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വയനാട്ടിലെ ആ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം ഒരുപാട് ആൾക്കാർ വന്ന് കളിയാക്കി കമന്റ് ഇടുന്നു. പിന്നെ അതെടുത്ത് വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന വേറൊരു മണ്ടൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്താ ഈ ഒരു സംഭവം കൂടെ ആയിട്ടുണ്ട്. എന്തായാലും ചെകുവിനെതിരെ നല്ല രീതിയിൽ കേസെടുത്തിട്ടുണ്ട്. ചെകു ഒളിവിലാണ്. നമുക്ക് ആദ്യം വാർത്തയൊന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്ത സ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിര് കടന്ന് വിമർശിക്കുകയും പല അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു. എന്താണ് മോഹൻലാൽ അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ഈ അജു അലക്സ് ചോദിച്ചിരുന്നത്. ഇതിന് പിന്നാലെ വ്യാപക വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വീഡിയോയ്ക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ചെകുത്താന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ചെകുത്താൻ നൈസായിട്ട് ഉള്ളവിലാണ്. നമുക്ക് ഇതിന്റെ രസകരമായിട്ടുള്ള കമന്റ്സുകൾ വായിക്കാം. വളരെയധികം കുളിരുകേറിയ രോമാഞ്ചം നിറഞ്ഞ വാർത്ത. ഹാൻഡ്സ് ഓഫ് ടു കേരള പോലീസ്. ഇന്ത്യൻ മിലിറ്ററി അവഹേളിച്ച വിവരം കെട്ടവന് തക്ക ശിക്ഷ നൽകണം. അവന് പറ്റിയ പേര് ചാനൽ പൂട്ടിക്കണം. ഇതുപോലെ കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയാണ്. ചെകുത്താന്റെ വിഷയങ്ങൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. കാര്യം ബാലയുടെ ഒരു ഇഷ്യൂ നമുക്കെടുത്ത് നോക്കിയാലും മെജോറിറ്റി എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ബാലയാണ്. കാര്യം ചെകുത്താന് ഓൾറെഡി ഒരു ഇമേജ് ഉണ്ട്, അത് വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജാണ്, ഞാൻ പറയാതെ അറിയാമല്ലോ. കാര്യം മെയിൻ റീസൺ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇപ്പൊ സിദ്ദിഖ് കുറച്ച് മീഡിയാസിന്റെ അടുത്ത് പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അതെ, അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീനടന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട്
ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീനടന്മാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം. ഇതിന് രാജ്യത്ത് നിയമമുണ്ട്. അപ്പം നമ്മളതിന് ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും. എന്തായാലും വലിയൊരു കാര്യമാണ്. കാര്യം ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. ഇപ്പം സിനിമ കൊള്ളത്തില്ലെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ അതിനകത്തുള്ള അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ശരിയല്ല. നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനായിട്ടുള്ള നമുക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ എന്താ പറയണ്ട, വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് ഒരാളെ അധിക്ഷേപിക്കുന്നത് ശരിയുള്ള ഒരു പരിപാടിയല്ല. ഈ വയനാട് സംഭവമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാലിനെ പറ്റി ഇത്രയും പറയുമ്പോഴത്തേക്ക് എന്തായാലും അവരാരും കേട്ടോണ്ടിരിക്കത്തില്ല. അത് മാത്രമല്ല, അമ്മ സംഘടനയിലെ മെയിനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സിദ്ദിഖ്. അപ്പം എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് അവർ കേസ് കൊടുത്തത്. എന്തായാലും ചെകുത്താൻ ഇപ്പോൾ ഒളിവിലാണെന്നും പറയുന്നുണ്ട്, കസ്റ്റഡിയിലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചെകുത്താൻ ആയി എന്നാണ് പറയണത്. എന്തായാലും നമുക്ക് ബാക്കിയോടെ കണ്ടുനോക്കാം. അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇനിമേൽ അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടിയാണുള്ളത്. റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ലിബർട്ടി. നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട്. മറ്റൊരാളെ ഹനിക്കാനോ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. അപ്പം അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ, മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട്, മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഫ്രീഡം ഉണ്ടെന്നും പറഞ്ഞിപ്പം എക്സാമ്പിൾ പറയാം. എല്ലാവരും പറയും ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയും. എന്താ കാര്യം, നമുക്ക് എന്തും പറയാനുള്ള നമുക്കുള്ള വ്യക്തിപരമായിട്ടുള്ള അവകാശമുണ്ട് എന്ന് പറയും. പക്ഷേ എന്നും പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാനായിട്ടുള്ള അവകാശമൊന്നും നമുക്കില്ല. ഇതിനകത്ത് സിദ്ദിഖ് പറയുന്നുണ്ട് മോഹൻലാൽ ഒരു ലെഫ്റ്റനന്റ് കേണലാണ്. അപ്പം മോഹൻലാലിനാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അതിപ്പോൾ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് മോഹൻലാൽ പോയതാണ്. അത് മാത്രമല്ല, മോഹൻലാലിന് പബ്ലിസിറ്റിക്ക് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. ചെകുത്താൻ്റെ ഒരു സംസാരത്തിൽ മോഹൻലാൽ ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള രീതിയാണൊക്കെ പറയുന്നത്. അതാണ് സിദ്ദിഖ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി പോകേണ്ട ആവശ്യം എന്തോന്ന്, അതിൻ്റെ കാര്യമില്ല. അങ്ങേർക്ക് അത് ഇത്രയും ലോകം മൊത്തം അറിയാവുന്നൊരു വ്യക്തിക്ക് എന്തിനാണ് പബ്ലിസിറ്റി? അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ വളരെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിക്കും ചെകുത്താൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും, പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിലൊരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. ചെകുത്താൻ്റെ ചില വീഡിയോസിലൊക്കെ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് മോഹൻലാലിനെ പറ്റി. ഇത് പുള്ളിക്കടുത്ത് നമ്മൾ പറയുമ്പോൾ പോലും പുള്ളി പറയണത് അത് ഫാൻസ് കാരണം മറ്റേ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുമെങ്കിൽ പോലും അത് ഒരിക്കലും കേട്ടോണ്ടിരിക്കാനായിട്ട് ആർക്കും അങ്ങോട്ട് പറ്റത്തില്ല. അതാണ് ഇപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇപ്പോൾ ചെകുത്താൻ ഇപ്പം നിലവിൽ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. പിന്നെ അത് മാത്രമല്ല, പോരാത്തതിന് പുള്ളിക്കാരൻ ലെഫ്റ്റനന്റ് കേണലാണ്. അപ്പം പുള്ളിക്കാരനെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിക്കുക, ഏതൊക്കെ രീതിയിലൊക്കെ പണി ഏതൊക്കെ രീതി വരുമെന്നുള്ള കാര്യത്തിൽ സാമാന്യം ബോധം എന്ന് പറയുന്നൊരു സാധനം വേണം. ആ കാര്യം മോഹൻലാലായിട്ട് ഇതുവരെ ഈ ഒരു വിഷയത്തിനകത്തോട്ട് വലുതായിട്ട് പ്രതികരിക്കുകയോ എടുക്കാനോ ഒന്നും വന്നിട്ടില്ല. പക്ഷെ മോഹൻലാലിൻ്റെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലുള്ള പ്രശ്നവും കേസും വഴക്കും ഒക്കെ ആയിട്ട് പോവുകയും ചെയ്യും. കുറേ നാൾ അകത്ത് പോയി കിടക്കേണ്ടിയും വരും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ ഒഴിവാക്കാൻ നോക്കണേ. ചുമ്മാ അതൊക്കെ റീച്ചിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള പോക്കൃത്തരങ്ങൾ, പ്രത്യേകിച്ച് ഈ വയനാടിൻ്റെ സംഭവത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊന്നും വന്ന് വിളിച്ച് പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.